രാജസംഗീതത്തിന് 125. हमने जो पढ़ा भजन संगीत 125, ഇതിന്റെ തലക്കെട്ടിൽ ആരെ എഴുതിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. उसके जो ऊपर जो लिखा है उनको नहीं पता किसने लिखा है. എങ്കിലും ഇതിന്റെ മുമ്പുള്ള 124ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദിന്റെ സങ്കീർത്തനമാണ് നമുക്ക് കാണുവാൻ സാധിക്കും. लेकिन उसके बाद का भजन संगीत 125 में 126 में अपन देख सकते हैं दावीद की लिखा हुआ भजन संगीत है. ഇതിന്റെ 125ാം സങ്കീർത്തനത്തിൽ 3ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, 125 की तीसरा वाक्य में ऐसा बोलता है, നീതിമാന്മാർ നീതികയിലേക്ക് കൈനീട്ടാതിരിക്കുന്നതിന് ദുഷ്ടന്മാരുടെ ചിഹ്നവും നീതിമാന്മാരുടെ അവകാശങ്ങളിരിക്കുകയില്ല. दुर्गुणों की राजदंड धर्मियों की भूमि पर ठिकाने रहेगा. ऐसा न हो कि भक्त अन्याय की ओर अपने हाथ बढ़ाए. ഈ വചനം നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പല പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ വാക്യം പറഞ്ഞ് നാം പ്രാർത്ഥിക്കാറുള്ളവരാണ്. ये जो भजन संगीत है अपन तब निकालते हैं जब अपन प्रार्थना करते हैं, तब अपन बोलते हैं ये भजन संगीत. ഈ വചനത്തിൽ പറയുന്ന ദുഷ്ടന്റെ ചിഹ്നം നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കും. इसमें ऐसा लगे धर्मियों की भूमि पर दुष्ट का जो पैर है वो टिकना नहीं रहेगा. അവകാശം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ മാതാപിതാക്കളുടെ സ്വത്തുക്കളെല്ലാം നമുക്ക് ഒരു പ്രായം കഴിയുമ്പോഴത്തേനും മക്കളുടെ പേരിലൊക്കെ ആയിട്ട് എഴുതി തരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. जब ये भजन पढ़ते हैं अपन को याद आता है अपना जो घर पे है जो जमीन और उसके लेकर जो स्थिति है वो अपने दिमाग में आ जाता है. അതുപോലെ തന്നെ കർത്താവ് നമുക്ക് ചില അവകാശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ऐसे परमेश्वर भी अपन को कुछ चीजें दिया है. അതിൽ ചില അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ച് ദിവസം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. उसमें से कुछ अवस्था में बोल के बैठना चाहता हूँ. ഈ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവം നമുക്ക് തന്നിട്ടുള്ള 3 അവകാശങ്ങളുണ്ട്. ये जो अवकाश जो बोलता है वो परमेश्वर ने अपन को 3 चीजें दिया है. ഇതിൽ ഒരവകാശം എന്ന് പറയുന്നത് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ നിനക്ക് ഭൂമിയെ അവകാശമാക്കി തരും. इसमें जो एक पहला चीज ये है कि जो परमेश्वर ने अब्राहम को बोला था तुमको ये धरती पे तुमको तुम्हारे हाथ में देके करके. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലർക്കും സ്വന്തമായിട്ട് ഭവനവും ഭൂമിയും ഒന്നുമില്ലാത്തൊരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. अपन जब ये पढ़ते हैं अपन को मालूम है जब अपने पास भी कोई जमीन नहीं है ऐसा अपन सोच सकते हैं. സ്വന്തമായി ഭൂമി എന്നുള്ളത് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു അവകാശമാണ്. ये जो धरती है परमेश्वर ने दिया वो एक चीज है अपने हाथ में. അതുപോലെ തന്നെ മക്കൾ എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമാണ്. ऐसे बच्चे जो है परमेश्वर ने दिया हुआ एक संपत्ति है हमारे लिए. പലരും മക്കളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ ചിലരും മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും ദൈവത്തോട് ഒത്തിരി മക്കൾക്ക് വേണ്ടി ഇപ്പോഴും ദിവസങ്ങളിലായിരിക്കുന്നവരുമുണ്ട്. बहुत सारी चीजें हम देख सकते हैं. बहुत सारे लोगों को बच्चे नहीं है, बहुत सारे लोग प्रार्थना करते हैं बच्चों के लिए, बहुत सारे लोगों को बच्चे नहीं हो रहे तो परमेश्वर के ऊपर आश्रय डालते हैं लोग. മറ്റൊരു അവകാശം എന്ന് പറയുന്നത് നിത്യതയാണ്. दूसरा जो चीज है वो परमेश्वर का स्वर्ग है. ഈ 3 അവകാശത്തിന്റെ മേലും ദുഷ്ടന്റെ ചെമ്പോ നീതിമാന്മാരുടെ അവകാശത്തിലേക്ക് ഈ 3 അവകാശത്തിന്റെ മേലും നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കാനായിട്ട് ശത്രുവായി പല വിധത്തിലും ശ്രമിക്കുന്നതാണ്. ये तीनों चीजों के ऊपर शत्रु अपना शैतान जो है उसकी हाथ डालेगा, लेकिन परमेश्वर उसके लिए कुछ देने के लिए नहीं देता है. ഈ 3 അവകാശത്തിന്റെ മേലും ദുഷ്ടന്റെ ചെമ്പോ ഇരിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് യഹോവയായിരിക്കണം. ये तीनों चीजों के ऊपर अगर दुष्ट का नजर न आए तो परमेश्वर के ऊपर आश्रय डालना चाहिए. സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, भजन संगीत 1 में उसके ऐसा लगा है, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. परमेश्वर के ऊपर आश्रय डालने वाला कभी ना हिलने वाला एक पर्वत के समान होगा. സിയോൻ പർവ്വതം എന്ന് പറയുന്നത് നല്ല ഉറപ്പുള്ള ഒരു പർവ്വതമാണ്. सियोन पर्वत मतलब एक अच्छा पर्वत है, स्नान वाला पर्वत है. ഈ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആശ്രയം കർത്താവിൽ ആശ്രയിച്ചുള്ള വിശ്വാസം വരുന്ന നമ്മുടെ ഉറപ്പ്. परमेश्वर के ऊपर का आश्रय मतलब परमेश्वर के ऊपर अपना भरोसा डालना होता है. യഹൂദ ജനതയെ മുഴുവനും കൊന്നുമുടിക്കണമെന്ന് പ്രമാണം വേണ്ടത് രാജകൽപ്പനയാണ്. यहूदा जो साम्राज्य था उसको खत्म करने के लिए उस राज्य का राजा का एक नियम था. അതിന്റെ മധ്യത്തിലും യഹോവയിൽ ആശ്രയിക്കുന്ന എസ്തേർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. उसके बीच में खड़े होने वाला ये आदमी को अपन देख सकते हैं. എസ്തേർ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്, एस्तर परमेश्वर के ऊपर आश्रय डाल के ऐसा बोलता है, നിയമപ്രകാരമല്ലാതെ ഞാൻ രാജസന്നിധിയിൽ കടന്നു ചെയ്യും. नियम के अनुसार बिना राज्य का उस घर में जाएंगे. അപ്രകാരം എസ്തേർ രാജസന്നിധിയിൽ കടന്നു
കഴിഞ്ഞപ്പോൾ രാജാവ് മനസ്സറിഞ്ഞ് പൊളിച്ചപ്പോൾ എസ്തറിന്റെ നേരെ നെല്ലുകൊണ്ടടിയായി. ऐसे एक राजा के घर में गया तो राजा जो है उनके ऊपर आंसू डाला. അതുപോലെ തന്നെ നമുക്കെതിരെ ശത്രുവായ പല വിധത്തിലും നമ്മളെ വീട്ടിക്കളയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആശ്രയം യഹോവയിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. ऐसे शत्रु भी हमारे जीवन में भी अपन को गिराने के लिए कोशिश करेंगे. हमारा आश्रय पूरा प्रभु के ऊपर डालना चाहिए. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും ഫറവോന്റെ അടുപ്പത്തിൽ നിന്നും മോശമുഖാന്തരം വെടിവെച്ചു കൊണ്ടുവരുമ്പോൾ ऐसे मिस्रैम जनों को जब मूसा फरौन के पास लेके जाते हैं तब അവർ ചെങ്കടലിന്റെ മുന്നിൽ വരെ എത്തി. वो समुद्र के बीच तक पहुंच गए थे. അവിടെ മോശയോട് ജനം പിറവിറുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. उस समय अपन देख सकते हैं मूसा के ऊपर जो जन है बढ़ रहा है. അവിടെ അപ്പോൾ മോശ ഒന്ന് തിരിച്ചും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മോശയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. उस समय अपन देख सकते हैं जो मूसा जो है परमेश्वर के ऊपर आश्रय डालने वाले मूसा को देख सकते हैं. മോശ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് വടി ചെങ്കടലിന് നേരെ നീട്ടിയും ചെങ്കടലിൽ വിഭാഗിക്കുന്ന ഒരു നമുക്ക് അവിടെ കാണാൻ സാധിക്കും. उसके बाद जो लकड़ी था जो डंडा था वो जो समुद्र के ऊपर डाला था तब वो समुद्र विभाग हो गया करके देख सकते हैं. പലപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമുക്കെതിരെ പിറവിറുക്കും. कभी कभी हमारे साथ देने वाला हमारे साथ वाले हमारे ऊपर बढ़ाएंगे. പിറവിറുക്കുന്നവർ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിയവരായിരിക്കാം, അല്ലെങ്കിൽ ദൈവിക വിടുതൽ കണ്ടവരുമായിരിക്കാം. बढ़ाने वाले लोग उनके साथ में से परमेश्वर के अनुग्रह लेने वाला लोग हो सकता है. ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മുടെ ആശ്രയം യഹോവയിലായിരിക്കണം. ऐसा एक अवस्था हमारे जीवन में भी आएंगे तब भी अपन को परमेश्वर के ऊपर आश्रय डालना चाहिए. യഹോവയിൽ ആശ്രയിക്കുന്നവരിലേക്ക് നിൽക്കുന്ന സിയോൻ യഹോവയിൽ ആശ്രയിക്കുന്നെങ്കിൽ നമ്മളും അതുപോലെ നല്ല ഉറപ്പോടെ നിൽക്കുവാൻ സാധിക്കും. सिय्योन पर्वत जैसा परमेश्वर के ऊपर अपन को भी एक अनुष्ठान रखना चाहिए. इसके द्वारा വചനത്തിൽ നമുക്ക് പ്രകാരം കാണാൻ സാധിക്കും, മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലത്. वचन में ऐसा देख सकते हैं अपन मनुष्य के ऊपर आश्रय डालने से अच्छा है परमेश्वर के ऊपर आश्रय डालना. പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലത്. प्रभुओं के ऊपर आश्रय डालने से अच्छा है उस यहोवा के ऊपर आश्रय डालना. ഇവിടെ മനുഷ്യനും പ്രഭുക്കന്മാരും എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. इधर प्रभु और मनुष्य बोलता है वो मनुष्य ही है. പക്ഷെ പ്രഭുക്കന്മാർ എന്ന് പറയുമ്പോൾ അവർക്ക് അധികാര തലങ്ങളിലേക്ക് എത്തിപ്പെടുവാനോ അല്ലെങ്കിൽ അധികാരം കയ്യിലുള്ളവരുമായിരിക്കാം. लेकिन प्रभुओं के बारे में इधर बोलता है प्रभु मतलब वो अधिकार के साथ करेंगे. അപ്പോൾ നമ്മുടെ ആശ്രയം യഹോവയിലായിരിക്കണം. तब भी अपना आश्रय यहोवा के ऊपर होना चाहिए. യഹോവയിൽ ആശ്രയിക്കാൻ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. यहोवा ही आश्रय और